السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. പ്രിയ സഹോദരങ്ങളെ, നൂറുൽ ഖുർആനിന്റെ ഇന്നത്തെ ക്ലാസ് ആരംഭിക്കുകയാണ്. ശനിയാഴ്ച ദിവസമായതുകൊണ്ട് ആയിരിക്കാം ഇന്ന് ക്ലാസ് റൂമിൽ ആള് വളരെ കുറവാണ് എന്ന് തോന്നുന്നു. സൂറത്തുൽ ബഖറയിലെ ആയത്തുകളാണ് നാം വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നത്. സൂറത്തുൽ ബഖറയിലെ 53-ാമത്തെ ആയത്താണ് അവസാനമായി നാം വിശദീകരിച്ചിട്ടുള്ളത്. 53 ശേഷമുള്ള ആയത്തുകൾ ശ്രദ്ധിക്കുക. أعوذ بالله من الشيطان الرجيم. وإذ قال موسى لقومه يا قوم إنكم ظلمتم أنفسكم باتخاذكم العجل فتوبوا إلى بارئكم فاقتلوا أنفسكم ذلكم خير لكم عند بارئكم فتاب عليكم إنه هو التواب الرحيم. وإذ قلتم يا موسى لن نؤمن لك حتى نرى الله جهرة فأخذتكم الصاعقة وأنتم تنظرون ثم بعثناكم من بعد موتكم لعلكم تشكرون وظللنا عليكم الغمام وأنزلنا عليكم المن والسلوى كلوا من طيبات ما رزقناكم وما ظلمونا ولكن كانوا أنفسهم يظلمون. وإذ قال موسى لقومه يا قوم إنكم ظلمتم أنفسكم باتخاذكم العجل فتوبوا إلى بارئكم فاقتلوا أنفسكم ذلكم خير لكم عند بارئكم فتاب عليكم إنه هو التواب الرحيم.
وإذ قلتم يا موسى لن نؤمن لك حتى نرى الله جهرة فأخذتكم الصاعقة وأنتم تنظرون ثم بعثناكم من بعد موتكم لعلكم تشكرون وظللنا عليكم الغمام وأنزلنا عليكم المن والسلوى كلوا من طيبات ما رزقناكم وما ظلمونا ولكن كانوا أنفسهم يظلمون. മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സംഭവബഹുലമായ ചരിത്രത്തിൽ അതിൽ നിന്നുള്ള സുപ്രധാനമായ സംഭവങ്ങളാണ് ഈ ആയത്തുകളിലൂടെ നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഫിർഔനിന്റെ പീഡനങ്ങളിൽ നിന്ന് രക്ഷിക്കുകയും കടൽ പിളർത്തിക്കൊണ്ട് അതിലൂടെ സഞ്ചരിപ്പിച്ചുകൊണ്ട് ഫിർഔനിന്റെ ആളുകളെ അതിൽ മുക്കി നശിപ്പിച്ചുകൊണ്ട് അള്ളാഹു മൂസാ നബിക്കും അനുയായികൾക്കും അനുഗ്രഹം നൽകിയതിനെ കുറിച്ച് സൂചിപ്പിക്കുകയുണ്ടായി. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് അദ്ദേഹവുമായി 40 ദിവസത്തെ കരാർ അള്ളാഹു പൂർത്തിയാക്കുകയും പക്ഷേ ആ കരാർ ഏറ്റുവാങ്ങാൻ പോയ സന്ദർഭത്തിൽ പശുക്കുട്ടിയെ ആരാധിച്ച അക്കാര്യം അള്ളാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറയുകയും എന്നിരുന്നാലും അള്ളാഹു ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമായിട്ടുള്ള മാപ്പാക്കുന്നവനായിട്ടുള്ള അള്ളാഹു അവൻ നിങ്ങൾക്ക് മാപ്പ് നൽകി എന്ന് അതിനെക്കുറിച്ച് സൂചിപ്പിക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് മുന്നോട്ടുള്ള വെളിച്ചമായിക്കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലുള്ള പ്രയാസങ്ങൾക്കും പ്രതിസന്ധികൾക്കും നിങ്ങളുടെ പരലോകത്തെ വിജയത്തിനും വേണ്ടി നിങ്ങൾക്ക് വിശുദ്ധ ഗ്രന്ഥമായ തൗറാത്തിനെ നൽകിയതിനെക്കുറിച്ചും സൂചിപ്പിച്ചുകൊണ്ടാണ് 53-ാമത്തെ ആയത്ത് അവസാനിപ്പിച്ചത്. പിന്നീട് അതിനെ തുടർന്നുകൊണ്ടാണ് നാം ഇപ്പോൾ ഇവിടെ ഓതിയ 54 മുതൽ 57 വരെയുള്ള ആയത്തുകളുള്ളത്. ഈ ആയത്തുകൾ വീണ്ടും മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ ജനതയിൽ നിന്നുണ്ടായ തെറ്റുകുറ്റങ്ങൾ സൂചിപ്പിക്കുകയും അതിനെ തുടർന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വീണ്ടും അവർക്ക് നൽകിയ ശിക്ഷയെക്കുറിച്ചും അതോടൊപ്പം തന്നെ അല്ലാഹു അവർക്ക് നൽകിയിരുന്ന വിഭവങ്ങളെക്കുറിച്ചും സൂചിപ്പിക്കുകയാണ് ഈ ആയത്തുകളിലൂടെ അല്ലാഹു ചെയ്തിട്ടുള്ളത്. ആ ആയത്തിൽ ആദ്യം നാം ഓതിയത് 54-ാമത്തെ ആയത്താണ്. ശ്രദ്ധിക്കുക. وَإِذْ قَالَ مُوسَى لِقَوْمِهِ يَا قَوْمِ إِنَّكُمْ ظَلَمْتُمْ أَنفُسَكُمْ بِاتِّخَاذِكُمُ الْعِجْلَ فَتُوبُوا إِلَى بَارِئِكُمْ فَاقْتُلُوا أَنفُسَكُمْ
ذلكم خير لكم عند بارئكم فتاب عليكم إنه هو التواب الرحيم. ഈ ആയത്ത് ആദ്യമായി എങ്ങനെയാണ് പാരായണം ചെയ്യേണ്ടത് എന്ന് ശ്രദ്ധിക്കുക. അതിലടങ്ങിയ പാരായണ മര്യാദകളെക്കുറിച്ച് നാം മനസ്സിലാക്കുക. وَإِذْ قَالَ مُوسَى لِقَوْمِهِ يَا قَوْمِ إِنَّكُمْ ظَلَمْتُمْ وَإِذْ قَالَ مُوسَى لِقَوْمِهِ يَا قَوْمِ إِنَّكُمْ ظَلَمْتُمْ أَنفُسَكُمْ وَإِذْ قَالَ مُوسَى وَإِذْ ذالان ذالന് سكون وَإِذْ قَالَ مُوسَى وَإِذْ قَالَ قاف وَإِذْ قَالَ مُوسَى لِقَوْمِهِ ഇവിടെ لِقَوْمِهِ വസ്ലാണ്. അതുകൊണ്ട് ലിഖൗമിഹി അതേസമയം അതവിടെ നിർത്തുകയാണെങ്കിലോ വഇദ് ഖാല മൂസ ലിഖൗമിഹി എന്ന് നിർത്തുകയാണെങ്കിൽ, പക്ഷേ നിർത്തേണ്ടുന്ന സന്ദർഭമല്ലാത്തത് കൊണ്ട് വസല് ചെയ്ത് ഓതുകയാണ് വേണ്ടത്. അപ്പോൾ അവിടെ വസല് ചെയ്ത് ഓതുമ്പോൾ ലിഖൗമിഹി യാ ഖൗമി وَإِذْ قَالَ مُوسَى لِقَوْمِهِ يَا قَوْمِ إِنَّكُمْ ظَلَمْتُمْ ഷദ്ദുള്ള നൂൻ അൽ മുഷദ്ദദ അവിടെ മണിച്ചോതുക. يَا قَوْمِ إِنَّكُمْ ظَلَمْتُمْ أَنفُسَكُمْ ظَلَمْتُمْ മീം സുക്കൂനുള്ള മീമാണ്. സുക്കൂനുള്ള മീമാകുന്ന സന്ദർഭത്തിൽ അവിടെ മണിക്കൽ അനുവദനീയമല്ലാത്ത ഒരു സന്ദർഭമാണ്. അതിനുശേഷം താ എന്ന അക്ഷരമാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഇദ്ഹാറിന്റെ നിയമമാണുള്ളത്. യാ ഖൗമി ഇന്നകും ളലംതും അൻഫുസകും സുക്കൂന നൂനിന് ശേഷം ഫ എന്ന അക്ഷരമാണ്. അതുകൊണ്ട് അവിടെ ഇഖ്ഫാഇന്റെ നിയമം ഉള്ളതുകൊണ്ട് മറച്ച് മണിച്ച് ഓതുകയാണ് വേണ്ടത്. ഇന്നകും ളലംതും അൻഫുസകും ബിത്തിഖാദികുമുൽ ഇജ്ൽ അൻഫുസകും സുക്കൂനായ മീമാണ്. സുക്കൂനായ മീമിന് ശേഷം ബ എന്ന അക്ഷരം വന്നാൽ അവിടെ ഉണ്ടാകുന്ന നിയമം പലപ്പോഴും നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. وَإِذْ قَالَ مُوسَى لِقَوْمِهِ يَا قَوْمِ إِنَّكُمْ ظَلَمْتُمْ أَنفُسَكُمْ بِاتِّخَاذِكُمُ الْعِجْلِ أنفسكم باتخاذكم العجل. അതാണ് കാര്യമായിട്ട് ക്ലാസ്സിൽ ആരും ആക്റ്റീവായി കാണുന്നില്ല. ഞാൻ ഓതുന്നത് എല്ലാവരും കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ, ശരി. അപ്പോ ശരി, അവിടെ അൻഫുസകും ബിത്തിഖാദികും സുക്കൂന മീമിന് ശേഷം ബ എന്ന അക്ഷരമാണ്. എന്താണ് അവിടുത്തെ നിയമം? സുക്കൂന മീമിന് ശേഷം ബ ആണ്. അവിടെ ഇഖ്ലാബല്ല, അത് സുക്കൂന നൂനിന് ശേഷം ബ വന്നാലാണ് ഇഖ്ലാബിന്റെ നിയമം ഉണ്ടാവുക. അപ്പൊ ഇവിടുത്തെ നിയമം എന്താണ്? സുക്കൂന മീമിന് ശേഷം ബ വന്നാൽ അവിടെ ഇഖ്ഫാഇന്റെ നിയമം തന്നെയാണ്, ഇഖ്ഫാഇന്റെ നിയമമാണ്.
ഇഖ്ഫാ ഷഫവി. അതെ. وَإِذْ قَالَ مُوسَى لِقَوْمِهِ يَا قَوْمِ إِنَّكُمْ ظَلَمْتُمْ أَنفُسَكُمْ بِاتِّخَاذِكُمُ الْعِجْلَ ഇജ്ല ജീമാണ്, ജീമിന് സുക്കൂനാണ്. അത് ഖുതുബ് ജദ് അല്ലേ, ഹുറൂഫുൽ ഖൽഖലയിൽപ്പെട്ട അക്ഷരമായതുകൊണ്ട് ബിത്തിഖാദികുമുൽ ഇജ്ല ഫതൂബു ഇജ്ല എന്നോദണം. ബിത്തിഖാദികുമുൽ ഇജ്ല എന്നല്ല, ഇജ്ല ഫതൂബു. ഇവിടെ ഇജ്ല എന്ന് ഓതുന്ന സന്ദർഭത്തിൽ അത് സുക്കൂന് തന്നെയായിരിക്കണം, അത് കസ്റാവാൻ പാടില്ല. കാരണം അതിന് തൊട്ട് മുമ്പുള്ള അക്ഷരം കസ്റായതുകൊണ്ട് അത് ജീമിന് കസ്ർ വന്ന് ചേരാൻ സാധ്യതയുള്ള ഒരക്ഷരമാണ്. ബിത്തിഖാദികുമുൽ ഇജ്ല ഫതൂബു ഇലാ ബാരിഇകും ഫതൂബു ഇലാ ബാരിഇകും ഫതൂബു. അവിടെ മദ്ദുണ്ട് അല്ലെ, മദ്ദിന് ശേഷം ഉള്ള അക്ഷരം ഹംസയാണ്. അപ്പൊ അതുകൊണ്ട് പിന്നെ അവിടെ രണ്ട് പദങ്ങളിലായിട്ട് ആണ് അതുള്ളത് എന്നുള്ളത് കൊണ്ട് തന്നെ ഇവിടെ മദ് മുൻഫസിലാണ്. ആ മദ് മുൻഫസിലിന്റെ നിയമം 3-4 ഹർക്കത്ത് വരെ ദീർഘിപ്പിച്ച് ഓതുക എന്നതാണ്. ഫതൂബു ഇലാ ബാരിഇകും, ബാരിഇകും ഹംസക്ക് കസ്റാണ്, ശ്രദ്ധിക്കുക. പല ആളുകളും ഓതുമ്പോൾ ഇവിടെ ഓതുമ്പോൾ തെറ്റിപ്പോകുന്നത് കാണാറുണ്ട്. ബാരിഇകും എന്ന് ഓതും. എന്നാൽ ബാരിഇകും അവിടെ ഹംസ കൃത്യമായി ഉച്ചരിച്ചുകൊണ്ട് കസ്റോട് കൂടി ഉച്ചരിച്ചുകൊണ്ട് ഓതണം. ഫതൂബു ഇലാ ബാരിഇകും ഫഖ്തുലൂ അൻഫുസകും. ഫഖ്തുലൂ ഖാഫിന് സുക്കൂനാണ്, ഫഖ്തുലൂ അൻഫുസകും ഖാഫിന് സുക്കൂനാണ്. അവിടെ ഖൽഖലയുടെ അക്ഷരമായതുകൊണ്ട് ഫഖ്തുലൂ എന്ന് ദീർഘിച്ച് അവിടെ ഫഖ്തുലൂ ഖാഫിനെ വ്യക്തമായി ഉച്ചരിച്ചുകൊണ്ട് ഓതണം. പിന്നീട് ഫഖ്തുലൂ അൻഫുസകും നേരത്തെ പറഞ്ഞതുപോലെ മദ് രൂപപ്പെട്ടിട്ടുണ്ട്. മദ്ദായതുകൊണ്ട് അതിനെ ദീർഘിച്ച് 3-4 ഹർക്കത്ത് ദൈർഘ്യത്തോടു കൂടി അവിടെ ഓതണം. ഫഖ്തുലൂ അൻഫുസകും സുക്കൂനായ നൂനിന് ശേഷം ഫ എന്ന അക്ഷരമാണ്. സുക്കൂനായ നൂനിന് ശേഷം ഫ എന്ന അക്ഷരമാണ്. അവിടെ എന്ത് ചെയ്യണം? അവിടെ മണിച്ച് ഓതണം. ഇഖ്ഫാഇന്റെ നിയമമാണ്, മറച്ച് മണിച്ച് ഓതണം. അൻഫുസകും ഫഖ്തുലൂ അൻഫുസകും. അവിടെ വേണമെങ്കിൽ നിർത്താവുന്നതാണ് എന്ന് ചില മുസ്ഹഫുകളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ മദീന മുസ്ഹഫിൽ അതിന്റെ വഖഫിന്റെ ഒരു സന്ദർഭമായി അവിടെ എഴുതി കാണുന്നില്ല. ذَلِكُمْ خَيْرٌ لَكُمْ ذَلِكُمْ خَيْرٌ لَكُمْ ذَلِكُمْ ذാലാണ്. ذَلِكُمْ ذَلِكُمْ സുക്കൂനായ മീമാണ്. മീമിന് ശേഷം ഖ എന്ന അക്ഷരമാണ്. അത് അവിടെ ഇൽഹാറിന്റെ നിയമമാണ്, മണിക്കാൻ പാടില്ല. ذَلِكُمْ خَيْرٌ لَكُمْ ذَلِكُمْ خَيْرٌ لَكُمْ റാഇന് തൻവീനുണ്ട് അല്ലേ, ഖൈറുൽ ലക്കും തൻവീനുണ്ട്. അതുകൊണ്ട് ആ തൻവീനിന് ശേഷമുള്ള അക്ഷരം ലാമാണ്. അവിടെ ഇദ്ഗാം ബിലാ ഗുന്നയാണ്, ഇദ്ഗാം ബിലാ ഗുന്നയാകുന്നു. അതുകൊണ്ട് ഇദ്ഗാം ബിലാ ഗുന്ന അതെങ്ങനെയാണ്? ഖൈറുൽ ലക്കും, ഖൈറുൽ ലക്കും എങ്ങനെയാണ് ഓതേണ്ടത് എന്ന് കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കണം. നിയമം പഠിച്ചാലും ആ നിയമത്തിനനുസൃതമായ ഉച്ചാരണങ്ങളും അത് പാരായണം ചെയ്യേണ്ടുന്ന വിധവും കൃത്യമായി നമുക്ക് അറിഞ്ഞിരിക്കണം.
ഖൈറുൽ ലക്കും തൻവീന് ശേഷം ലാം എന്ന അക്ഷരമാണ്. അപ്പം ഖൈറുൽ ലക്കും ഒരിക്കലും അവിടെ മണിക്കാൻ പാടില്ല. ഗുന്നത്തില്ലാതെ ഇദ്ഗാം ചെയ്യുക, തൻവീനിനെ ലാമിലേക്ക് ചേർക്കുക, അതാണ് ഇദ്ഗാം. പക്ഷേ ചേർക്കുന്ന സന്ദർഭത്തിൽ മണിക്കാൻ പാടുള്ളതല്ല, അതാണ് ബിലാ ഗുന്ന എന്ന് പറയുന്നത്. ഇൻദ ബാരിഇകും, വീണ്ടും ഇൻദ സുക്കൂന നൂനിന് ശേഷം ദാൽ എന്ന അക്ഷരം വന്നിട്ടുണ്ട്, അതുകൊണ്ട് അവിടെ ഇഖ്ഫാഇന്റെ നിയമമുണ്ട്. ذَلِكُمْ خَيْرٌ لَكُمْ عِنْدَ بَارِئِكُمْ عِنْدَ بَارِئِكُمْ അവിടെ നേരത്തെ ഓതിയതുപോലെ ബാരിഇകും വാക്ക് കസ്റാണ്, അതുകൊണ്ട് ബാരി രി എന്നാണ് ഉച്ചരിക്കേണ്ടത്. നേരത്തെ വന്നതും അങ്ങനെ തന്നെ, ഇലാ ബാരിഇകും ഇൻദ ബാരിഇകും, അവിടെയും അപ്രകാരമാണ് ചെയ്യേണ്ടത്. ذَلِكُمْ خَيْرٌ لَكُمْ عِنْدَ بَارِئِكُمْ فَتَابَ عَلَيْكُمْ إِنَّهُ هُوَ التَّوَّابُ الرَّحِيمُ فتاب عليكم فتاب عليكم فتاب عليكم ഇന്നഹു, അവിടെ മീമിന് സുക്കൂനാണ്, അതിനുശേഷം അതിനെ വസ്ല് ചെയ്ത് ഓതുകയാണെങ്കിൽ മണിക്കാൻ പാടുള്ളതല്ല. ഇന്നഹു നൂനിന് ഷദ്ദാണ്. ഇന്നഹു ഹുവ തവ്വാബുർ റഹീം, ഇന്നഹു ഹുവ തവ്വാബുർ റഹീം. അത് അവസാനം വഖഫ് ചെയ്യേണ്ടത് ദീർഘിപ്പിച്ച് വഖഫ് ചെയ്യുക. ഇന്നഹു ഹുവ തവ്വാബുർ റഹീം. ശരി, എന്താണ് ഈ ആയത്ത്? അതിന്റെ പദങ്ങളെക്കുറിച്ച് നമ്മളൊന്ന് മനസ്സിലാക്കുക. വഇദ് ഖാല മൂസ, വഇദ് ഖാല മൂസ, വാവ് അത്ഫിന്റെ വാവാണ്, അറിയാം. വഇദ് ഖാല മൂസ, മൂസ പറഞ്ഞ സന്ദർഭവും ഓർക്കുക എന്നർത്ഥം. വഇദ് ഖാല മൂസ, മൂസ പറഞ്ഞ സന്ദർഭവും ഓർക്കുക. ലിഖൗമിഹി, തന്റെ ജനതയോട്. യാ ഖൗമി, എന്റെ ജനങ്ങളെ. ഇന്നക്കും, നിശ്ചയമായും നിങ്ങൾ. വലംതും, നിങ്ങൾ അക്രമം ചെയ്തു. അംഫുസക്കും, നിങ്ങളുടെ സ്വന്തത്തോട് തന്നെ, നിങ്ങളോട് തന്നെ. വഇദ് ഖാല മൂസ ലിഖൗമിഹി, മൂസ തന്റെ ജനതയോട് പറഞ്ഞ സന്ദർഭവും ഓർക്കുക. യാ ഖൗമി ഇന്നക്കും വലംതും അംഫുസക്കും, എന്റെ ജനങ്ങളെ, നിശ്ചയമായും നിങ്ങൾ നിങ്ങളുടെ സ്വന്തത്തോട് തന്നെ അക്രമം ചെയ്തിരിക്കുന്നു. ബിത്തിഹാദിക്കും, നിങ്ങൾ ഉണ്ടാക്കിയത് കൊണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ഉണ്ടാക്കൽ കൊണ്ട്. അൽ ഇജ്ല, പശുക്കുട്ടിയെ ഉണ്ടാക്കൽ കൊണ്ട്. ഫതൂബു, അതിനാൽ നിങ്ങൾ മടങ്ങുവിൻ. ഇലാ ബാരിഇക്കും, നിങ്ങളെ സൃഷ്ടിച്ചുണ്ടാക്കിയവനിലേക്ക്, നിങ്ങളുടെ സൃഷ്ടാവിലേക്ക്, സൃഷ്ടിച്ചുണ്ടാക്കിയവനിലേക്ക്. ഫഖ്തുലൂ, അങ്ങനെ നിങ്ങൾ കൊല്ലുവിൻ. അൻഫുസക്കും, നിങ്ങളെ തന്നെ.
ദാലിക്കും അത് ഖൈറുല്ലക്കും നിങ്ങൾക്ക് ഉത്തമമാണ്, ഇൻദ ബാരിഇക്കും നിങ്ങളുടെ സൃഷ്ടാവിന്റെ അടുക്കൽ, ഫതാബ അലൈക്കും എന്നിട്ട് അവൻ നിങ്ങളുടെ പശ്ചാത്താപം സ്വീകരിച്ചു, ഇന്നഹു ഹുവ നിശ്ചയമായും അവൻ തന്നെ, അത്തവ്വാബ് വളരെ അധികം പശ്ചാത്താപം സ്വീകരിക്കുന്നവനാണ്, അർ-റഹീം കരുണാനിധിയും, ഇന്നഹു ഹുവ തവ്വാബുർ റഹീം. ഇവിടെ وإذ قال موسى لقومه يا قوم إنكم ظلمتم أنفسكم باتخاذكم العجل فتوبوا إلى بارئكم فاقتلوا أنفسكم. മൂസ തന്റെ ജനതയോട് പറഞ്ഞ സന്ദർഭവും ഓർക്കുക. എന്റെ ജനങ്ങളെ, നിശ്ചയമായും നിങ്ങൾ പശുക്കുട്ടിയെ ഉണ്ടാക്കിയത് നിമിത്തം നിങ്ങൾ നിങ്ങളോട് തന്നെ അക്രമം ചെയ്തിരിക്കുന്നു. ആകയാൽ നിങ്ങളെ സൃഷ്ടിച്ചവങ്കിലേക്ക് പശ്ചാത്തപിച്ചു മടങ്ങുവിൻ. ദാലിക്കും ഖൈറുല്ലക്കും ഇൻദ ബാരിഇക്കും അത് നിങ്ങളുടെ സൃഷ്ടാവിന്റെ അടുക്കൽ നിങ്ങൾക്ക് ഗുണകരമാകുന്നു. ഫതാബ അലൈക്കും എന്നിട്ട് അവൻ നിങ്ങളുടെ പശ്ചാത്താപം സ്വീകരിച്ചു. ഇന്നഹു ഹുവത് തവ്വാബുർ റഹീം നിശ്ചയമായും അവൻ തന്നെയാണ് വളരെ പശ്ചാത്താപം സ്വീകരിക്കുന്നവനും കരുണാനിധിയുമായുള്ളവൻ. ഇത് വാവ് അത്ഫിന്റെ വാവാണ് അല്ലെ, വാവ് അത്ഫിന്റെ വാവാകുന്നു. അത്ഫിന്റെ ഹർഫ് അത്ഫാകുന്നു. നമ്മൾ പലപ്പോഴും നമുക്കറിയാവുന്ന ഒരു വിഷയം തന്നെയാണ്. പിന്നെ ഇത് എന്നതും നമ്മൾ ഈ ആയത്തുകളിൽ, ഇതിനു മുമ്പുള്ള ധാരാളം ആയത്തുകളിൽ കടന്നു വന്ന ഒരു പദമാണ് ഇത് എന്നത്. ആ ഇത് എന്താകുന്നു? വർഫ് സമാനാണ് അല്ലെ. വർഫ് സമാൻ മാദി മബ്നിയുൻ അല സുക്കൂൻ, സുക്കൂനിൽ മബ്നിയാകുന്ന വർഫ് സമാനാണ്. എന്താണ് പിന്നെ സുക്കൂനിൽ മബ്നി എന്ന് പറഞ്ഞാൽ? ഇത് അതിന്റെ ദാലിന് സുക്കൂനാണല്ലോ. ആ ദാലിന്റെ ആ സുക്കൂനിന് ഒരു സന്ദർഭത്തിലും ഒരു മാറ്റവും വരില്ല എന്നർത്ഥം. അതാണ് ഇത് എന്നപ്പോൾ അത് മബ്നിയാണ് അല സുക്കൂനി. പിന്നെ ഫി മഹല്ലി നസ്ബ് മഫ്ഊൽ ബിഹി ലിഫിഅലിൻ മഹദൂഫിൻ തഖ്ദീറുഹു ഉദ്കുർ. നേരത്തെ പലപ്പോഴും നമ്മൾ പരാമർശിച്ച് പോയിട്ടുള്ളതാണ്, നിങ്ങൾക്ക് പലർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ഇത് എന്ന് പറയുമ്പോൾ അത് നസ്ബിന്റെ സ്ഥാനത്താണ്. മഫ്ഊൽ ബിഹി സന്ദർഭത്തെ എന്നാണ് അവിടെ. ഇത് എന്ന് പറഞ്ഞാൽ സന്ദർഭം, വർഫാണ് സന്ദർഭം. ആ സന്ദർഭത്തെ എന്നർത്ഥം. അത് മഫ്ഊൽ ബിഹി ആയിട്ടാണ് വരുന്നത്. കാരണം അതിന്റെ മുമ്പിലൊരു ഫിഅലുണ്ട്, ഉദ്കുർ എന്നാണത്. വദ്കുർ ഇത് എന്നാണ്. വദ്കുർ ഇത്, ഇതിനെ നിങ്ങൾ സ്മരിക്കുക. ഇത് എന്ന് പറഞ്ഞാൽ സന്ദർഭം, സന്ദർഭത്തെ നിങ്ങൾ സ്മരിക്കുക. അപ്പോൾ മഹദൂഫ് ചെയ്യപ്പെട്ട അല്ലെങ്കിൽ ഹദഫ് ചെയ്യപ്പെട്ട ഒരു ഫിഅലുണ്ട്. ആ ഫിഅലിന്റെ തഖ്ദീർ ഉദ്കുറാണ്. ഉദ്കുർ എന്ന ഒരു ഫിഅല് അതിനു മുമ്പ് ഹദഫ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിനുശേഷം വരുന്ന പദമാണ് ഇത് എന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ സന്ദർഭത്തെ സ്മരിക്കുക എന്നാണ്. അപ്പോൾ സന്ദർഭത്തെ എന്ന നിലക്ക് ഇത് മഫ്ഊൽ ബിഹിയാണ്. സന്ദർഭം എന്ന് പറയുന്നത് അവിടെ സന്ദർഭത്തെ നമ്മൾ സ്മരിക്കുകയാണല്ലോ. അപ്പൊ സന്ദർഭം എന്തായി മാറുന്നു? മഫ്ഊൽ ബിഹി ആയി മാറുന്നു. ആ മഫ്ഊൽ ബിഹി ആകുന്നത് യഥാർത്ഥത്തിൽ നസ്ബാണ്. മഫ്ഊൽ ബിഹി എന്ന് നമുക്കറിയാം, മൻസൂബാണ് എന്നറിയാം. അതുകൊണ്ട് അവിടെ ഒരു മൻസൂബിന്റെ സ്ഥാനത്താകുന്നു. ഫി മഹല്ലി നസ്ബിൻ, നസ്ബിന്റെ സ്ഥാനത്താകുന്നു എന്നർത്ഥം. ഞാനത് പ്രത്യേകിച്ച് പഠിക്കേണ്ടതില്ല, ഇവിടെ ഫുർഖാൻ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. അത് തന്നെ. അപ്പോ
ഞാനത് പ്രത്യേകിച്ച് ടൈപ്പ് ചെയ്യുന്നില്ല, നിങ്ങൾക്കറിയാവുന്ന ഒരു വിഷയം കൂടിയാകുന്നു എന്നറിയാം. وَإِذْ قَالَ مُوسَى وَإِذْ قَالَ ഖാല എന്ന് പറയുന്നത് ഖാല وَإِذْ قَالَ ഖാല പറഞ്ഞു അല്ലേ, പറഞ്ഞ സന്ദർഭത്തെ. وَإِذْ قَالَ മൂസ സന്ദർഭത്തെ സ്മരിക്കുക. ഖാല ഫിഅ്ൽ മാദിയാണ്, മബ്നിയുൻ അല അൽ ഫത്ഹ് അല്ലേ. സാധാരണ നിലയ്ക്ക് ഫിഅ്ൽ മാദി ഫത്ഹിൽ മബ്നിയാകുന്നു എന്നതാണ്. അപ്പൊ അതുകൊണ്ട് അതെ, ഫിഅ്ൽ മാദി മബ്നിയുൻ അലൽ ഫത്ഹി. വഇദ് ഖാല മൂസ മൂസ എന്ന ഇസ്മിനെ കുറിച്ച് നമ്മൾ നേരത്തെ സംസാരിച്ചിട്ടുണ്ട്. മൂസ എന്നത് അവസാനം വരുന്ന യാ എന്ന് തോന്നിപ്പിക്കുന്ന ആ അക്ഷരം അലിഫ് മഖ്സൂറയാണ് അല്ലെ. അലിഫ് മഖ്സൂറയാണ്. അലിഫ് മഖ്സൂറയിൽ അവസാനിക്കുന്ന മുദക്കറായ ഒരു ഇസ്മാണ് മൂസ. കാരണം അത് അറിയപ്പെട്ട ഒരു ഇസ്മ, അറിയപ്പെട്ട മുദക്കറാണ്, അറിയപ്പെട്ട പുരുഷനാമമാണ് മൂസ. അതുകൊണ്ട് അത് മുദക്കർ തന്നെയാണ്. അതല്ലെങ്കിൽ അലിഫ് മഖ്സൂറയിൽ അവസാനിക്കുന്ന മറ്റ് പദങ്ങൾ പൊതുവിൽ എന്താകുന്നു? ഗ്രേഡ് 1 ഇപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ടതൊക്കെ, അതിന്റെ നോട്ട്സിൽ കൃത്യമായിട്ട് നമ്മൾ വായിച്ചിട്ടുണ്ട്. എന്താണ്? മുഅന്നസാണ് അല്ലെ. മുഅന്നസാണ് പൊതുവിൽ വരുന്നത്. പക്ഷെ ഇവിടെ അറിയപ്പെട്ട ഒരു പുരുഷനാമമാണ് മൂസ എന്നുള്ളത് കൊണ്ട് അത് മുദക്കറാണെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. പിന്നെ അത് അലമാണ്, നമുക്കറിയാം, അറിയപ്പെടുന്ന പേര് എന്നുള്ള നിലക്ക് അത് അലമാണ്, തുടങ്ങിയ കാര്യങ്ങൾ അറിയാം. പക്ഷെ ഇവിടെ മൂസ എന്ന് ഈ ആയത്തിൽ വഇദ് ഖാല മൂസ പറഞ്ഞ സന്ദർഭത്തെ ഓർക്കുക. അപ്പൊ മൂസ അവിടെ ഫായിലാണ് അല്ലെ. ഖാല എന്ന ഫിഅലിന്റെ ഫായിലാണ് മൂസ. അപ്പോ വഇദ് ഖാല മൂസ എന്ന് പറയുമ്പോൾ ഫായില് മർഫൂ ആണ് അല്ലെ. ഫായില് മർഫൂ ആണ്. അപ്പൊ അവിടെ വരുന്ന സാധാരണ മർഫൂ ഇസ്മുകൾ സംബന്ധിച്ച് പറയുമ്പം വഇദ് ഖാല, പിന്നെ ഇപ്പൊ മുഹമ്മദ് ആണെങ്കിൽ അവിടെ മുഹമ്മദുൻ എന്നല്ലേ പറയാം. പക്ഷെ അവിടെ മൂസ എന്നത് അവിടെ വരുന്ന ഒരു ലമ്മ് ഉണ്ടല്ലേ. അവിടെ ശരിക്കും ലമ്മ് വരേണ്ടതാണ്. അത് ലമ്മത്തുൽ മുഖദ്ദറ, നമ്മൾ ഫതഹത്തുൽ മുഖദ്ദറ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ വഇദ് ഖാല മൂസ പറഞ്ഞതാണ്. നേരത്തെ വഇദ് വഅദ്നാ മൂസ എന്ന് പറഞ്ഞപ്പോൾ മൂസ മഫ്ഊൽ ബിഹി ആയിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ അൽ ഫതഹത്തുൽ മുഖദ്ദറയാണ് നമ്മൾ പറഞ്ഞത്. അവിടെ തഖ്ദീറോട് കൂടി വരുന്ന മൂസ എന്ന ആ അലിഫ് മഖ്സൂറയെ സംബന്ധിച്ചിടത്തോളം അവസാനം വരുന്നത് അത് ഇപ്പോൾ ലമ്മിലാണ് നിൽക്കുന്നത്. കാരണം ഫാഇലായതുകൊണ്ട് അത് ലമ്മിലാണ് നിൽക്കുന്നത്. വഇദ് ഖാല മൂസ എന്നത് യഥാർത്ഥത്തിൽ അവിടെ ഒരു മൂസ അവസാനത്തിൽ ഒരു ലമ്മ് ഉണ്ടാവേണ്ടതുണ്ട്. പക്ഷെ അവിടെ അത് ഇങ്ങനെ ഇല്ലത്തിന്റെ ഒരു അക്ഷരത്തിൽ അവസാനിക്കുന്നത് കൊണ്ട്, അല്ലെങ്കിൽ പിന്നെ അലിഫ് മഖ്സൂറയിൽ അവസാനിക്കുന്നത് കൊണ്ട് അവിടെ ലമ്മ് കാണുകയില്ല എന്ന് മാത്രം. ശരിക്കും അവിടെ ലമ്മ് ഉണ്ടാവേണ്ടതുണ്ട്. അതുകൊണ്ട് മൂസ ഫാഇൽ മർഫൂ ആണ്. മനസ്സിലായല്ലോ? മനസ്സിലായിട്ടുണ്ടോ പറഞ്ഞത്? ഓക്കെ, ഇത്ര 4 പേർക്ക് മാത്രമേ മനസ്സിലായിട്ടുള്ളൂ. വഇദ് ഖാല മൂസ, അപ്പോ മനസ്സിലായി കാണും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. മൂസ എന്നത് ഫാഇല് മർഫൂ ആണ്. ഫാഇലാകുന്നു എന്നർത്ഥം. ചെയ്ത പ്രവൃത്തി ചെയ്യുന്ന ആൾക്കാണ് ഫാഇല് എന്ന് പറയാം. ഇവിടെ പ്രവൃത്തി ഖാല എന്ന് പറഞ്ഞ പ്രവൃത്തി ചെയ്യുന്നത് ആരാണ്? മൂസ ആണ്. മൂസ പ്രവൃത്തി ചെയ്തു. അപ്പോൾ എന്താ പ്രവൃത്തി? ഖാല എന്ന പ്രവൃത്തി, അതായത് പറഞ്ഞു എന്ന പ്രവൃത്തി. അപ്പം അത് ഫാഇലാണ്. ഫാഇല് പൊതുവിൽ മർഫൂ ആകുന്നു. ഫാഇൽ എന്താണ്? മർഫൂ ആണ് എപ്പോഴും. അത് റഫ്ഇലാണ്. എന്താ റഫ്ഇ? മുഹമ്മദുൻ എന്നാണെങ്കിൽ മുഹമ്മദുൻ എന്ന് തന്നെ, അലിയുൻ എന്നാണെങ്കിൽ അലിയുൻ എന്ന് തന്നെ. മനസ്സിലായില്ലേ? അപ്പോ
ആയിഷത്തു എന്നാണെങ്കിൽ ആയിഷത്തു എന്ന് തന്നെ, അത് അതിനാണ് മർഫു എന്ന് പറയാം. റഫിന് റഫ് ചെയ്യപ്പെടുന്നത് സാധാരണ ലൊമ്മ് കൊണ്ടാണ് റഫ് ചെയ്യപ്പെടാറുള്ളത്. ഇസ്മുകൾ സാധാരണഗതിയിൽ ലൊമ്മ് കൊണ്ടാണ് റഫ് ചെയ്യപ്പെടാറുള്ളത്. അതുകൊണ്ടാണ് ഇവിടെ ലൊമ്മുണ്ട് എന്ന് നമ്മൾ ഇപ്പൊ പറഞ്ഞു വന്നത്. ആ ലൊമ്മ് നമ്മൾ കാണുന്നില്ല എന്ന് മാത്രം. وَإِذْ قَالَ مُوسَى لِقَوْمِهِ ലാം എന്താണ്? ലീ കൂട്ടണം ഖൗമ് കൂട്ടണം ഹുവ. ശ്രദ്ധിക്കുക, ലാമ് അതിലേക്ക് ഖൗമിനെ ചേർക്കുന്നു, അതിലേക്ക് ഹുവയെ ചേർക്കുന്നു. ഇങ്ങനെയാണ് വരുന്നത്. ലി ഖൗമിഹി എന്ന് പറയുന്നത് അങ്ങനെയാണ്. അപ്പൊ ലാമ് എന്താണ് ഇവിടെ പറഞ്ഞു, എല്ലാവരും പറഞ്ഞു ഹർഫ് ജറാണ്, എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, ഹർഫ് ജറാണ്. പിന്നെ ലി ഖൗമിഹി, ഇവിടെ ഖൗമ് ജനത, അദ്ദേഹത്തിന്റെ ലി ഖൗമിഹി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അദ്ദേഹത്തിന്റെ ജനതയോട് എന്നർത്ഥം. ലി ഖൗമിഹി, ലി ഓട്, അല്ലെങ്കിൽ ലി ഖൗമി. ഇവിടെ ഖൗമി എന്ന് വരാനുള്ള കാരണം എന്താകുന്നു? ഖൗമി എന്ന് പറയുമ്പോൾ അത് ഇസ്മ് മജ്റൂറാണ്. അതിന് ഇപ്പൊ ജറിന്റെ അക്ഷരമായ ലാമ് വന്നാൽ അതിന് ശേഷം വരുന്ന ഇസ്മ് ജറ് ചെയ്യപ്പെടും. ജറ് ചെയ്യപ്പെടാറുള്ളത് ഇസ്മ് പൊതുവിൽ ജറ് ചെയ്യപ്പെടുക എന്നത് അതിന്റെ ഒരു രൂപമാണ് കസ്ർ നൽകുക എന്നത്. പിന്നെ ഹി എന്നത് അദ്ദേഹത്തിന്റെ, ഇവിടെ ഖൗമുഹു എന്നാണ് വേണ്ടത് ശരിക്കും, ഖൗമുഹു. അതിലേക്ക് ലീ ചേർന്നത് കൊണ്ടാണ് ലി ഖൗമി എന്നാകുന്നതും അവസാനം വരുന്നത് ഹി എന്നായി മാറുന്നതും. ഇവിടെ ഖൗമുഹു എന്ന ഹുവ എന്ന ലമീർ ഖൗമിലേക്ക് ചേർന്നിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ ജനത. അപ്പോൾ ഇവിടെ ഖൗമുഹു എന്നത് അല്ലെങ്കിൽ ഖൗമിഹി എന്നാകുന്നത് എന്താകുന്നു? ആ ലമീർ മുദാഫ് മുദാഫ് ഇലൈഹിയാണ്. അതുകൊണ്ട് ഖൗമിഹി എന്നായി മാറും. അതോടൊപ്പം അവിടെ ഹ എന്ന ലമീറിനെ സംബന്ധിച്ച് മാത്രം പറയുമ്പോൾ എന്ത് പറയാം? ലമീറുൻ മുത്തസിലുൻ, അല്ലേ? ലമീറുൻ മുത്തസിലുൻ മബ്നിയുൻ അലൽ കസ്രി. ഫി മഹല്ലി ജർ മുദാഫ് ഇലൈഹി എന്നല്ലേ പറയാം. ലമീർ മുത്തസിലാണ്, മബ്നിയുൻ അലൽ കസ്ർ, അല്ലേ? കസ്റില് മബ്നിയാകുന്നു ഹി എന്നത്. എന്തുകൊണ്ടാണ് ഖൗമുഹു എന്നത്? എന്തുകൊണ്ട് ഹു ആയില്ല? ഖൗമി ഹു എന്നാവാലോ, ഖൗമി ഹു. അതാവാതിരിക്കാനുള്ള കാരണം എന്താണ്? അത് മബ്നിയുൻ അലൽ കസ്റാണ്. ഹി എന്നത് മബ്നിയുൻ അലൽ കസ്റാണ്. ഹി മബ്നിയുൻ അലൽ കസ്ർ. പക്ഷെ അത് ഹി ജറിന്റെ സ്ഥാനത്ത് തന്നെയാണ് വരുന്നത്. ഫി മഹല്ലി ജർ, അങ്ങനെയാണ്. ഫി മഹല്ല് ജറാണ്, ജറിന്റെ സ്ഥാനത്താണ് വരുന്നത്. കാരണം എന്താണ്? ഖൗമ് മുദാഫ് ആണ്, ഹുവ എന്നത് മുദാഫ് ഇലൈഹിയാണ്. മുദാഫ് ഇലൈഹി എന്താണ്? സാധാരണ മജ്റൂറാണ്. മുദാഫ് ഇലൈഹി മജ്റൂറാണ്. അപ്പൊ അത് ഇവിടെ ജറിന്റെ സ്ഥാനത്ത് വരുന്നു എന്നുള്ളതാണ്. وَإِذْ قَالَ مُوسَى لِقَوْمِهِ يَا قَوْمِ. ഇവിടെ യാ എന്നത് എല്ലാവർക്കും അറിയാം, ഹർഫ്. എന്താണ് യാ എന്നത്? എന്താണ്? ഹർഫ് നിദാണ്, അല്ലേ? ഹർഫ് നിദ. എന്താണ്? എല്ലാവരും ഒന്ന് ആക്റ്റീവായിട്ട് ചെയ്യുക. അറിയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ടൈപ്പ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്കിത് മനസ്സിലാകുന്നുണ്ട്, നിങ്ങളിത് അറിയുന്നുണ്ട് എന്ന് എനിക്ക് മനസ്സിലാവുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഹർഫ് നിദ ആണ്. യാ എന്ന് പറയുന്നത് ഹർഫ് നിദ ആണ്. നിദാഇന് വേണ്ടി ഉപയോഗിക്കുന്ന ഹർഫ്. നിദാഇന് വേണ്ടി ഉപയോഗിക്കുന്ന
ഹർഫാണ്. യാ ഖൗമി, എന്താണ് യാ ഖൗമി? എന്റെ ജനങ്ങളെ എന്നാണ്. യാ ഖൗമി, ഇവിടെ ഖൗമിനോട് യാ ചേരുന്നുണ്ട്. ഖൗമി എന്നാണ്, എന്റെ ജനങ്ങൾ. മനസ്സിലായല്ലോ? യാ എന്നൊരു യാ ഉണ്ട് അവിടെ. യാ ഖൗമി. എന്താ കാരണം? ഖൗമി എന്ന യാ, അവസാനത്തെ യാ പോകുന്നു, നഷ്ടപ്പെടുന്നു. എന്താണ് കാരണം? അത് മൻസൂബായി വരുന്നു എന്നുള്ളതാണ് കാരണം. കാരണം എന്താണ്? യാക്ക് ശേഷം ആരെയാണോ നമ്മൾ വിളിക്കുന്നത് അത് മുനാദയാണ്. എന്താണ് അത്? മുനാദയാണ്. മുനാദയെ സംബന്ധിച്ചിടത്തോളം മുനാദ മൻസൂബാകുന്നു. മൻസൂബാവുന്നത് ഇവിടെ എങ്ങനെയാകുന്നു? യാ എന്ന ആ ഹർഫിനെ ഹദ്ഫ് ചെയ്തുകൊണ്ടാണ് അത് മൻസൂബാകുന്നത്. അപ്പൊ ഖൗമി എന്നായി. ഖൗമി എന്ന എന്തായി മാറുന്നു? ഖൗമി എന്നായി മാറുന്നു. യാ ഖൗമി, യാ ഖൗമി എന്നായി മാറുന്നു. അവസാനം ഉള്ള യാനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ യാ എന്താണ്? ലമീർ. ശരിക്കും ലമീർ മുത്തസിലാണത്, ഖൗമി എന്നത്. അത് ജറിന്റെ സ്ഥാനത്താണ്. മുദാഫ് ഇലൈഹി ആയി വരുമ്പോൾ അത് ജറിന്റെ സ്ഥാനത്താണ്. പക്ഷെ അത് യാ അവിടെ ഹദ്ഫ് ചെയ്യപ്പെട്ടത് മുനാദയായതുകൊണ്ട്, അത് മൻസൂബാവുന്നത് കൊണ്ട് അത് ഹദ്ഫ് ചെയ്യപ്പെട്ടു പോയി. യാ ഖൗമി ഇന്നകും, തീർച്ചയായും നിങ്ങൾ, നിശ്ചയമായും നിങ്ങൾ എന്നർത്ഥം. ഇന്ന നിങ്ങൾക്കറിയാം. ഇന്ന എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്ന എന്ത് ഹർഫാണ്? ഹർഫ് തൗക്കീദ് വനസ്ബ് അല്ലെ? നസ്ബിന് വേണ്ടി ഉപയോഗിക്കുന്ന, തൗക്കീദിന് വേണ്ടി ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ തൗക്കീദിന് വേണ്ടി ഉപയോഗിക്കുന്ന ഹർഫാണ്. പക്ഷെ അത് നവാസിബുകളിൽ പെട്ടതാണ് അല്ലെ? നസ്ബ് ശേഷം വരുന്ന ഇസ്മിനെ നസ്ബ് ചെയ്യും. അതുകൊണ്ട് ഇന്ന എന്ന് പറയുന്നത് ഹർഫ് തൗക്കീദ് വനസ്ബാണ്. അപ്പോ ഇന്ന എന്ന് പറയുന്നതിന് ശേഷം വരുന്ന ഇവിടുത്തെ ഇസ്മ് എന്താകുന്നു? ഇന്നക്കും എന്നതാണ്. ഇന്നക്കും, കും, ഇന്നക്കും എന്ന് പറയുന്നത് ലമീറാണ്. മബ്നിയുൻ അല സുകൂൻ അല്ലെ? ലമീറുൻ മബ്നിയുൻ അല സുകൂനി ഫീ മഹല്ലി ഇന്നക്കും എന്ന് പറയുമ്പോൾ അതിലെ കും ഇന്ന അതിനോട് കും ചേരുന്നു. ഇന്ന തീർച്ചയായും, കും നിങ്ങൾ. ലമീറുൻ മുത്തസിലുൻ മബ്നിയുൻ അല സുകൂനി. എന്താണ്? ഫീ മഹല്ല് റഫ്ആണോ? ഫുർഖാൻ, ഇവിടെ എന്തോ ഒരു അബദ്ധം പറ്റിയുണ്ടല്ലോ. അതെ, നസ്ബാണ് അല്ലെ? ഫീ മഹല്ല് നസ്ബ്. അതെ, കാരണം അത് ഇസ്മ ഇന്നയാണ്. ഇസ്മ ഇന്നയാണ്. കാരണം ഇന്നയുടെ ഇസ്മ മൻസൂബാണ്. പലപ്പോഴും നമ്മൾ പഠിച്ചതാണ്. ഇന്നല്ലാഹ ഗഫൂറുൻ, തീർച്ചയായും അല്ലാഹു, ഇന്നല്ലാഹ എന്നാ പറയുക, നസ്ബാണ്. പക്ഷെ അവിടെ കും എന്നത് ലമീർ, അത് മബ്നി ആയതുകൊണ്ടാണ് അവിടെ കുമ എന്നൊന്നും പറയില്ല, ഇന്ന കുമ പറയില്ല. ഇന്നക്കും എന്ന് പറയാനുള്ള കാരണം ലമീറുകൾ അവിടെ മബ്നി ആയതുകൊണ്ട് ആ മബ്നിയായ ലമീർ അത് നസ്ബിന്റെ സ്ഥാനത്താണ് എന്ന് പറയാം. കാരണം അത് ഇന്നയുടെ ഇസ്മായതുകൊണ്ട്.
ഇന്നകും വലംതും, വലംതും നിങ്ങൾ അതിക്രമം പ്രവർത്തിച്ചു എന്നർത്ഥം. വലംതും, വലമ. വലംതും, വലംതും. വലമ യളിമു, വലമ യളിമു. മാഷാ അല്ലാഹ്. വലമ കൂട്ടണം അൻതും അല്ലേ? വലം, വലമ യളിമു. അത് ഫിഅല്, ഏത് ഫിഅലാണിത്? ഫിഅല് മാദിയാണ്. പക്ഷേ ഇതിന്റെ വസൻ എങ്ങനെയാണ് വരുന്നത്? ഫഅല യഫ്ഇലു വസനിലാണ് ഇത് വരുന്നത്. വലമ യളിമു, ഫഅല യഫ്ഇലു വസനിലാണ് ഇത് വരുന്നത്. വലമ യളിമു. അപ്പോ ഇവിടെ വലംതും എന്ന് പറയുന്നതിന്റെ സീഗ അതെന്താകുന്നു? വലംതും എന്നതിന്റെ സീഗ എന്താണ്? വലമ, വലമാ, വലമു, വലമത്, വലമത, വലംന, വലംത, വലംതുമാ, വലംതും, വലംതി, വലംതുമാ, വലംതുന്ന, വലംതു, വലംന. ഇതാണ് ഹാദിറാണ്, മുദക്കറാണ്, ജംആണ്. വലംതും എന്നത് ഇവിടെ ഹാജറുള്ള ഒരാളോടാ പറയാം, അല്ലെങ്കിൽ കേൾക്കുന്ന ഒരാളോട്, ഒരാളോട് പറയാണ്. ഇന്നക്കും, തീർച്ചയായും നിങ്ങൾ. കും എന്നതും അങ്ങനെ തന്നെയാണ്, നിങ്ങൾ. വലംതും നിങ്ങൾ അതിക്രമം ചെയ്തിരിക്കുന്നു. നിങ്ങൾ എന്ന് പറയുമ്പോൾ ജംആണ് അല്ലേ? ജംആണ്. അപ്പൊ ഹാദിറാണ്, ജംആണ്. പിന്നെ കും, വലംതും എന്ന് പറയുമ്പോൾ അത് മുദക്കറുമാണ്. അത് സ്ത്രീകളോടാണ് പറയുന്നതെങ്കിൽ വലംതുന്ന എന്നാ പറയാം. വലംതുന്ന. ഇന്നകുന്ന വലംതുന്ന എന്ന് പറയാം. ഇന്നകുന്ന വലംതുന്ന സ്ത്രീകളോടാണ് പറയുന്നതെങ്കിൽ. അപ്പൊ ഇവിടെ പുരുഷന്മാരോടായതും പൊതുവിൽ പറയുമ്പോൾ അതങ്ങനെയാണ്. ഇന്നക്കും വലംതും, ഇന്നക്കും വലംതും. അപ്പോൾ വലംതും എന്നത് ഫിഅല് മാദിയാണ്. ഫിഅല് മാദി മബ്നിയുൻ അല സുകൂൻ അല്ലേ? ഫിഅല് മാദി മബ്നിയുൻ അല സുകൂൻ. വലം വലം എന്നാണല്ലോ അല്ലേ? വലം എന്നല്ലേ? വലം. അതുകൊണ്ടാണ് മബ്നിയുൻ അല സുകൂൻ എന്ന് പറയുന്നത്. ശ്രദ്ധിക്കല്ലാതെ. വലം എന്ന് വന്നത് കൊണ്ടാണ്. കാരണം അതിൽ മാറ്റം വരുന്നില്ല. വലംതും ഫിഅലിന്റെ ഒറിജിനൽ രൂപം വലം ആണ്. വലം. പിന്നെ അതിലേക്ക് തും ചേരുകയാണ് ചെയ്യുന്നത്. തും. മനസ്സിലായല്ലോ? ആ തും ചേരുന്ന വമീർ, ആ പിന്നെ സുക്കൂനായ പിന്നെ വലം തും അതിലേക്ക് ചേരുന്ന വമീർ, ആ വമീർ എന്താകുന്നു? വലംതും എന്ന വമീർ എന്താണ്? ആ വമീർ എന്താണ്? ആ വമീർ മബ്നിയുൻ അതല്ല. ആ വമീർ എന്താകുന്നു? വലംതും എന്ന് പറയുമ്പോ മറന്നുപോയ എല്ലാവരും. ലമീർ മുസ്തത്തിറാണത്. എന്താണ് ഒരു 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 പറയാനുള്ള ഒരു ഇതെന്താണ്? നമ്മൾ പലപ്പോഴും പറഞ്ഞു വരുന്ന ഒരു കാര്യമല്ലേ വലംതും. അത് മുസ്തത്തിറായ ഒരു ലമീറാണ് വലംതും എന്നത്. പിന്നെ അപ്പൊ നമ്മൾ അതിനെ സംബന്ധിച്ച് പൊതുവിൽ പറയുമ്പോൾ അവിടെ വലംതും എന്ന് പറയുമ്പോൾ ഫിഅല് മാദി മബ്നിയുൻ അല സുകൂൻ എന്ന് പറഞ്ഞു. പിന്നെ തും എന്ന ലമീറുൻ തും, ലമീറുൻ മബ്നിയുൻ അല സുകൂനി ഫി മഹല്ലി റഫ്ഇ ഫാഇൽ. അതെ. പിന്നെ ഇന്നക്കും വലംതും എന്ന് പറയുമ്പോൾ ആ വലംതും എന്ന ജുംല, ഇന്നക്കും വലംതും, അത്
എന്തിന്റെ സ്ഥാനത്താണ് വരിക? ഖബർ ഇന്നയാണ് അല്ലെ, ഖബർ ഇന്ന. അപ്പൊ അതുകൊണ്ട് റഫ്ഇന്റെ ആ ജുംല മൊത്തത്തിൽ എടുക്കുമ്പോൾ ഫി മഹല്ല് എന്ന് പറയാം, ഫി മഹല്ല് റഫ്ഇ എന്ന് പറയാം. കാരണം അത് ഖബർ ഇന്നയായതുകൊണ്ട്, ഇന്നയുടെ ഖബർ ആയതുകൊണ്ട്. അപ്പൊ ഇന്നക്കും വലംതും അൻഫുസക്കും, ഇന്നക്കും വലംതും. അവിടെ വലംതും എന്ന് പറയുന്നതിനുള്ള ഫാഇല് അൻതും എന്നാണ് അല്ലെ. അൻതും നിങ്ങൾ എന്ന് പറയുന്ന ആ ലമീറാണ് സത്യത്തിൽ അവിടുത്തെ മുസ്തത്തിറായി വന്ന ആ അൻതും എന്ന ലമീറാണ് അവിടുത്തെ ഫാഇലായി വരുന്നത്. ഇന്നക്കും അൻതും, ഇന്നക്കും വലംതും, നിങ്ങൾ അതിക്രമം പ്രവർത്തിച്ചിരിക്കുന്നു. അൻഫുസക്കും, അൻഫുസക്കും നഫ്സ്, അതിന്റെ ബഹുവചനമാണ് നഫ്സുൻ ജംഅ് അൻഫുസ്, ശരീരങ്ങൾ. നഫ്സുൻ ജംഅ് അൻഫുസുൻ, നിങ്ങളുടെ സ്വന്തത്തോട്, സ്വന്തം, അപ്പം നിങ്ങളോട് തന്നെ എന്നർത്ഥം. അപ്പൊ അൻഫുസക്കും എന്ന് വരാനുള്ള കാരണം അൻഫുസക്കും, അൻഫുസ, അൻഫുസക്കും. അൻഫുസ എന്ന് വരാനുള്ള കാരണം അത് മഫ്ഊല് ബിഹിയാണ് അല്ലെ, മഫ്ഊല് ബിഹി മൻസൂബാണ്. പിന്നെ അതിലേക്ക് ലമീർ വരികയാണ്, ലമീർ മബ്നിയുൻ അല സുക്കൂനി, ലമീർ മബ്നിയുൻ അല സുക്കൂനി. അൻഫുസക്കും നിങ്ങളുടെ ശരീരം, നിങ്ങളോട് തന്നെ, നിങ്ങളുടെ ശരീരങ്ങൾ. അൻഫുസക്കും, അൻഫുസുക്കും, അൻഫുസുക്കും എന്നാണ്. പക്ഷെ അത് അൻഫുസ എന്നാവാനുള്ള കാരണം അത് മഫ്ഊല് ബിഹി ആയതുകൊണ്ട്. അപ്പൊ അത് എന്താകുന്നു? ലമീർ മബ്നിയുൻ അല സുക്കൂനി ഫി മഹൽ എന്തായിരിക്കും അവിടെ? ഫി മഹല്ലി അൻഫുസക്കും എന്ന കും എന്ന ലമീർ മബ്നിയുൻ അല സുക്കൂനി ഫി മഹല്ല് ജറാണ്. എന്താ കാരണം? മുളാഫ് ഇലൈഹി ആയതുകൊണ്ട്, മുളാഫ് ഇലൈഹി ആയതുകൊണ്ട് പ്രകാരമാണ്. ശരി. ഇന്നകും ളലംതും അൻഫുസകും ബിത്തിഖാദികുമുൽ ഇജ്ല, ബിത്തിഖാദികുമുൽ ഇജ്ല, ബി കൂട്ടണം, ഇത്തിഖാദ് കൂട്ടണം, ഇത്തിഖാദി. ബി ഹർഫ് ജറാണ് അല്ലെ. ബിത്തിഖാദിക്കും നിങ്ങളുടെ ഉണ്ടാക്കൽ. ഇത്തിഖാദ് എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കൽ എന്നർത്ഥം. ഇത്തിഖാദിക്കും. അഖദ നമ്മൾ പഠിച്ചിട്ടുണ്ട്, അഖദ യഖുദു, അതാണ് അതിന്റെ അസ്ലിയായ മുജറദായ രൂപം. അഖദ യഖുദു എന്നതാണ്. അതിന്റെ മസ്ദർ അഖദുൻ എന്നാണ്. എന്നാൽ ഇത്തഖദ മുമ്പ് വന്ന ഫിഅലാണിത്, നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് എന്നാണ് എന്റെ ഓർമ്മ. ഇത്തഖദ, ഇത്തഖദ, ഇത്തഖദ എന്താണത്? ഇഫ്തഅല അല്ലെ, ഇഫ്തഅല, ഇഫ്തഅല ഫിഅല് എന്നുള്ള എടുത്താൽ ഇഫ്തഅല അല്ലെ. അപ്പൊ അത് ഇഫ്തഅല വസനിൽ വരുന്നത് എന്നാണ് ഇത്തഖദ, ഇത്തഖദ, അത് ഇത്തഖദ എന്നായി മാറി. അതിന്റെ മസ്ദറാണ് എന്താണ്? ഇഫ്തഅലന്റെ മസ്ദർ ഇഫ്തിആലാണ്, ഇഫ്തിആൽ. അതിൽ നിന്നുണ്ടാകുന്ന നാമം സ്വീകരിക്കും. ഇത്തഖദ എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കി, സ്വീകരിച്ചു. ഇത്തഖദ ഉണ്ടാക്കി, അതിന്റെ ഉണ്ടാക്കൽ എന്ന രൂപമാണ് ഇത്തിഹാദ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? ഇത്തിഹാദ് അതിന്റെ മസ്ദറാണ് ഇത്തിഹാദ്. ഇപ്പൊ ബി എന്ന് പറയുന്നത് ഹർഫ് ജറാണ്. പിന്നെ ഇത്തിഹാദ് എന്ന് പറയുന്നത് ഇത്തിഹാദിക്കും എന്ന് കാണാൻ സാധിക്കും അല്ലെ. ഇത്തിഹാദി എന്താണ്? ഇസ്മ മജ്റൂറാണ്, ഇസ്മ മജ്റൂറാണ് ഇത്തിഹാദി.
പിന്നെ കും എന്ന ളമീർ ഇത്തിഹാദികും എന്ന് പറയുമ്പോൾ ളമീർ മബ്നിയുൻ അല സുകൂൻ ഫി മഹല്ലി ജർ അല്ലേ? എന്താണ് കാരണം? ഇത്തിഹാദികും മുളാഫ് ഇലൈഹിയാണ്. പിന്നെ സുക്കൂൻ ഫി മഹല്ലി ജർ മുളാഫ് ഇലൈഹി ആയതുകൊണ്ട് അല്ലേ? ബിത്തിഹാദികുമുൽ ഇജ്ല, ബിത്തിഹാദികും അൽ ഇജ്ല. അൽ ഇജ്ല എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഉണ്ടാക്കൽ. അൽ ഇജ്ല, അൽ ഇജ്ല. അൽ ഇജിൽ എന്ന് പറയുമ്പോൾ അത് മുഅറഫയാണ്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇജിലുൻ എന്നതല്ല അൽ ഇജിൽ. അൽ ഇജിൽ എന്ന് പറഞ്ഞാൽ അത് മാരിഫയാണ് അല്ലേ? മാരിഫയാണ്. അപ്പം അതുകൊണ്ട് അത് മാരിഫയായ ഒരു ഇസ്മാണ്, ഇസ്മ മുഅന്നസാണ്, മാരിഫയാണ്. അപ്പൊ ഇവിടെ ഇജില് മുഅന്നസല്ല, മുദക്കറാണ്. വലതുൽ ബഖറ എന്നാണ് ഇജിലിന്റെ യഥാർത്ഥത്തിലുള്ള അർത്ഥം. വലതുൽ ബഖറ എന്നാണ്. അതുകൊണ്ടത് മുദക്കറായിട്ടാണ് വരുന്നത്. ബഖറയുടെ ആൺകുഞ്ഞിനെയാണ് ഇജില് എന്ന് പറയാറ്. അപ്പോ എന്താണ് ഇവിടെ അൽ ഇജ്ല എന്ന് പറഞ്ഞത്? മഫ്ഊൽ ബിഹിയാണ്, മഫ്ഊൽ ബിഹിയാണ്. ഫതൂബു, പശുക്കുട്ടി, പശുവിന്റെ കുട്ടിയാണ്. അതാണ് പശുക്കുട്ടി എന്നുള്ളത്. പശുവിന്റെ കുട്ടി എന്ന അർത്ഥത്തിലാണ് കേട്ടോ. അല്ല, ഇജ്ലിന്റെ അർത്ഥം പറയുന്നത് പശുക്കുട്ടി എന്ന് പറയുമ്പോൾ പശു പെണ്ണാണ്, അതിന്റെ കുട്ടിയാണ്. അപ്പൊ അത് ഇജ്ല് മുദക്കറായിട്ടാണ് പറയാം. അതേസമയം കുട്ടിപ്പശു അല്ല. നേരെ തിരിച്ചു പറയുമ്പോൾ കുട്ടിപ്പശു ആണെങ്കിൽ വേഗം മനസ്സിലാകും അത് ബക്കറത്ത് ശരിക്ക് പെണ്ണെന്നെയാണെന്ന് മനസ്സിലാവും. പിന്നെ ഇജ്ലത്ത് എന്ന് തന്നെ പറയും പെണ്ണാണെങ്കിൽ. ശരി. അപ്പൊ ഇവിടെ എന്താകുന്നു? ഫതൂബു ഇലാ ബാരിഇകും. ഇൻഷാ അല്ലാഹ് നമുക്ക് ബാക്കി അടുത്ത ക്ലാസ് വിശദീകരിക്കാം. സമയം ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ട്, കാലം. ഇതിന്റെ ബാക്കി ഭാഗം നമുക്ക് അടുത്ത ക്ലാസ് വിശദീകരിക്കാം. അതിനെ തുടർന്നുള്ള ആയത്തുകളും നമുക്ക് വിശദീകരിക്കാം. അപ്പോ നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാവുന്നതാണ്. ഒന്നുകൂടി ഞാൻ ആയത്ത് ഒന്ന് ഓതി അവസാനിപ്പിക്കാം. أعوذ بالله من الشيطان الرجيم. وإذ قال موسى لقومه يا قوم إنكم ظلمتم أنفسكم باتخاذكم العجل فتوبوا إلى بارئكم فاقتلوا أنفسكم ذلكم خير لكم عند بارئكم فتاب عليكم إنه هو التواب الرحيم. وإذ قال موسى لقومه يا قوم إنكم ظلمتم أنفسكم باتخاذكم العجل
باتخاذكم العجل فتوبوا إلى بارئكم فاقتلوا أنفسكم ذلكم خير لكم عند بارئكم فتاب عليكم إنه هو التواب الرحيم. ഇൻഷാല്ലാ നമുക്ക് നാളെ ഇതിനെ തുടർന്നുള്ള ഭാഗങ്ങൾ നമുക്ക് വിശദീകരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും നല്ല ഒരു അമലായി ഇത് അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. ഈ സമയവും സന്ദർഭവും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പക്കൽ രേഖപ്പെടുത്തുകയും ഇതിൽ സംബന്ധിച്ച നമുക്ക് എല്ലാവർക്കും അല്ലാഹു തക്കതായ പ്രതിഫലം നൽകുകയും ചെയ്യുമാറാവട്ടെ. അല്ലാഹു നമ്മളിൽ നിന്ന് ഇത് സാലിഹായ അമലായി സ്വീകരിക്കുമാറാവട്ടെ. അല്ലാഹുവിനെ കണ്ടുമുട്ടുന്ന സന്ദർഭത്തിൽ പ്രവർത്തനങ്ങൾ നിഷ്ഫലമായി പോയവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാതിരിക്കുവാൻ അല്ലാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രവർത്തനങ്ങളിൽ റിയാഉം സുംഅത്തും കടന്നു വരാതെ ഏറ്റവും നല്ല രീതിയിൽ ഏറ്റവും നല്ല തൻസീലിനെ ഏറ്റവും നല്ല അവതരണത്തെ സ്വീകരിക്കുകയും അല്ലാഹുവിൻ്റെ വിശുദ്ധ വേദഗ്രന്ഥം എന്നുള്ള നിലക്ക് അതിനെ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുക എന്നത് ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ രൂപത്തിൽ അത് പഠിക്കുവാനും മനസ്സിലാക്കുവാനുമുള്ള മനസ്സ് നമുക്ക് അല്ലാഹു സമ്മാനിക്കുകയും അങ്ങനെ ആ ശുദ്ധമായ ഒരു മനസ്സിൻ്റെ ഉടമകളായി തീരുകയും എല്ലാ വിഷയങ്ങളോടും ഒരു തുറന്ന മനസ്സ് ഉണ്ടായിത്തീരുകയും ചെയ്യുന്ന ഏറ്റവും നല്ല മനസ്സിൻ്റെ ഉടമകളാക്കി അല്ലാഹു നമ്മെ എല്ലാവരെയും മാറ്റി തരുമാറാവട്ടെ. ഹൈറായ കാര്യങ്ങൾ, നന്മയുള്ള കാര്യങ്ങൾ ധാരാളം വർദ്ധിപ്പിക്കുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. തിന്മകളിൽ നിന്ന്, തെറ്റുകളിൽ നിന്ന് പരമാവധി മോചനം നേടുന്ന ഏറ്റവും നല്ല അടിമകളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. വിശുദ്ധ ഖുർആൻ മുന്നോട്ടുള്ള ജീവിതത്തിൽ പ്രകാശമായി തീരുന്ന ഏറ്റവും നല്ല ഒരു അവസ്ഥയിലേക്ക് നമ്മെ എല്ലാവരെയും അല്ലാഹു ഉയർത്തിക്കൊണ്ട് വരുമാറാവട്ടെ. ഖുർആനിൻ്റെ ഓരോ അക്ഷരങ്ങളും പദങ്ങളും അതിലടങ്ങിയ ആശയങ്ങളും കൃത്യമായി മനസ്സിലാക്കുവാനും പഠിക്കുവാനും അത് ജീവിതത്തിൽ ഒരു മാർഗദർശനമായി തീരുവാനും അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين. وصلى الله على نبينا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين والسلام عليكم ورحمة الله وبركاته.